ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ പലഹാരം തയ്യാറാക്കുന്ന വീഡിയോ ആണ്. പഴയ കാലത്തൊക്കെ ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നൊരു പലഹാരമാണിത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം കിടിലൻ രുചിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരം കൂടെയാണ്. അപ്പോൾ ഞങ്ങളിതിന് പറയുന്ന പേര് പൂവട എന്നാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ വെള്ളത്തിനൊരു കണക്കൊന്നുമില്ല, നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നല്ലപോലെ വെട്ടിത്തിളക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുതേ, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. വെള്ളം തിളക്കണ ആ ടൈം കൊണ്ട് നമുക്ക് അരിപ്പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. അരിപ്പൊടി എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയാണ്. ഇനിയിപ്പോൾ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കണം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി എടുക്കാം. അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് തണുക്കാനായിട്ട്, കൂടുതൽ നേരം തണുക്കാനായിട്ട് വെക്കേണ്ട, 1 മിനിറ്റ് നേരം മാത്രം മാറ്റി വെച്ചാൽ മതി. ആ നല്ല ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് 1 മിനിറ്റ് നേരം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ എടുക്കുക. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പൂവട തയ്യാറാക്കുമ്പോൾ നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കണ പോലെ അടുപ്പിൽ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഇടിയപ്പത്തിന് വാട്ടണ പോലെ വാട്ടിയെടുക്കാനാണ്. എന്നിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒട്ടാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പരിവാകുന്നത്. ഇത് നമ്മളൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂവട തയ്യാറാക്കാം. നമ്മളിതിന്ന് കുറച്ച് മാവെടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കുക. മാവൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി കയ്യിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് കഴിയണ പോലെ പരത്തിയെടുക്കുക കേട്ടോ. തിന്നാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പക്ഷേ തിന്നാക്കി എടുക്കുമ്പോഴാണ് ഒന്നും കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കര ചീയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ശർക്കര ഇട്ട് കൊടുക്കുക. അല്ലാതെ ശർക്കര ആദ്യം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിൽ തേങ്ങ ആയിരിക്കും വരിക. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അത് ഒട്ടാതെ ആകും. തേങ്ങൻ്റെ ആ ഒരു എണ്ണ മെഴുക്കൊണ്ട് ഒട്ടാതെ ആകും. അപ്പോൾ തേങ്ങ അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് ഒട്ടി കിട്ടും. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മെല്ലെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ രണ്ടും പാടെ യോജിപ്പിച്ച് ആ ഒരു ഭാഗത്തേക്ക് തിന്നാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൂവ് പോലെ ആക്കി എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഒരു പൂവ് പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ സൈഡ് വശം ഒന്ന് നമ്മളിങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് തിന്നാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു പലഹാരം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടി പത്തിരിക്ക് വാട്ടണ പോലെ വാട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം ആ മാവ് കുഴച്ച് കിട്ടാൻ നല്ല പണിയാണ്, നല്ല കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇടിയപ്പത്തിന് വാട്ടുന്ന പോലെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊട്ടിപ്പോവാതെ കിട്ടും ചെയ്യും. അപ്പോൾ അതാ ഞാൻ ഇവിടെ കുറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം.
അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്ന ആ നേരം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കുക. വാഴയിലയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് വെച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. കൂടുതലായി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവി കയറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ തിളച്ചതിൻ്റെ ശേഷം മാത്രം നമ്മളിത് വെച്ച് കൊടുക്കുക. ഞാനിത് ചെറിയ പാത്രമായതുകൊണ്ട് 5 എണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ പൂവട ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം നല്ല തിളപ്പിച്ചെടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നാടൻ പലഹാരങ്ങളോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓയിലിൽ വേണം ഫ്രൈ ചെയ്യുക. പക്ഷെ അതിനേക്കായി ഒന്നും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് തണുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ്. കണ്ടതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ ആ ഫില്ലിങ്സൊക്കെ കണ്ടു കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായും ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.